കേരളത്തിൽ യാത്ര എന്നത് ഒരിക്കലൊരു കഷ്ടപ്പാടിൻ്റെ പേരായിരുന്നു. ദീർഘദൂര യാത്ര എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്നത് ചൂട്, തിരക്ക്, ഇടപെടാതെ നിർത്തുന്ന ബസ്സുകൾ, ശുചിമുറി സൗകര്യം ഇല്ലാത്ത വിഷമം, ഭക്ഷണത്തിനുള്ള അനിശ്ചിതത്വം. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറാനിരിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ റോഡുകളിൽ എത്തുകയാണ് ഒരു പുതിയ ക്ലാസ് യാത്രാ അനുഭവം. സാധാരണ ബസ് അല്ല, ബിസിനസ് ക്ലാസ് ബസ്. ആദ്യമായി കേൾക്കുമ്പോൾ തന്നെ ഒരു സംശയമുണ്ടാകും. ബസ്സിൽ ബിസിനസ് ക്ലാസ് എന്നത് എന്താണ്? ഇതൊരു സാധാരണ അപ്ഗ്രേഡ് അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഒരു യാത്രയെ കഷ്ടപ്പാടിൽ നിന്ന് കംഫോർട്ടിലേക്ക് മാറ്റുന്ന മാറ്റം. ഈ ബസ്സിലേക്ക് കയറുന്ന നിമിഷം തന്നെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഡബിൾ ലെയർ ലെതർ സീറ്റുകൾ, ഇത് സീറ്റ് ചൂടുപിടിക്കാതിരിക്കുവാൻ സഹായിക്കും. ശരീരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡിസൈൻ. നമ്മൾ മണിക്കൂറുകൾ ചാരിരുന്നാൽ പോലും പുറം വേദന പോലും വരില്ല. ഇവിടെ ഓരോ സീറ്റും ഒരു ചെറിയ പേഴ്സണൽ സ്പേസ് ആണ്. അതിൽ ഏറ്റവും വലിയ സർപ്രൈസ്, ഓരോ സീറ്റിലും സ്വന്തമായി സ്മാർട്ട് ടി വി. നിങ്ങളുടെ മൊബൈൽ ഹോട്ട്സ്പോട്ടിലൂടെ കണക്ട് ചെയ്യാം. നിങ്ങൾക്കിഷ്ടമുള്ള സിനിമ ഷോ, ന്യൂസ് എന്തും കാണാം. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, പൊതുവായ ഹെഡ്ഫോൺ ഇല്ല. നിങ്ങളുടെ സ്വന്തം ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കാം. ഹൈജീൻ പോലും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്താണെന്നറിയാമോ? ഓൺബോർഡ് ബയോ ടോയ്ലറ്റ്. അതെ, ഇനി യാത്രക്കിടയിൽ പെട്രോൾ പമ്പ് അന്വേഷിക്കേണ്ടതില്ല, അവസരമില്ലാതെ ബസ് നിർത്തേണ്ടതുമില്ല. നിങ്ങളുടെ യാത്ര നോൺ സ്റ്റോപ്പായി മാറുന്നു. ഇതോടുകൂടി ഒരു ചെറിയ പാൻട്രി സംവിധാനവും, ചായ, കാപ്പി, ഫുഡ് ഐറ്റങ്ങൾ, ഇതുപോലെ മിൽമ ഉൽപ്പന്നങ്ങൾ വരെ ലഭ്യമാക്കാനുള്ള പ്ലാനുകൾ. ഐസ്ക്രീം പോലും കിട്ടുന്ന ഒരു ബസ് യാത്ര, ഇത് കേരളത്തിൽ ആദ്യമായിരിക്കും. ഇതെല്ലാം കേട്ടാൽ ഒരു ചോദ്യം വരും, ഇത് ആർക്കാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഇത് കാർ യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ്. ഇതുവരെ ബസ് ഒഴിവാക്കി കാർ ഉപയോഗിച്ചിരുന്നവർ, ഡോക്ടർ, അഡ്വക്കേറ്റ്സ്, വേഗവും സൗകര്യവും നോക്കുന്നവർ, ഇവരെ ബസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ നീക്കം. ഉദാഹരണത്തിന്, രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ ഹൈക്കോടതിയിൽ എത്തേണ്ടവർക്കും സമയത്തെത്താൻ കഴിയുന്ന രീതിയിലാണ് ടൈമിംഗ്. ഇതൊരു ബസ് യാത്ര മാത്രമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റ് തന്നെയാണ്. ഇതിന് പിന്നിൽ മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. KSRTCയുടെ വരുമാന വർധന. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ദൈനംദിന കളക്ഷൻ വലിയ തോതിൽ ഉയർന്നു. കാറിൽ പോയിരുന്ന ആളുകളെ ബസ്സിലേക്ക് കൊണ്ടുവന്നതോടാണ് അത്തരത്തിലുള്ളൊരു മാറ്റത്തിന് കഴിഞ്ഞത്. ഇപ്പോൾ ഈ ബിസിനസ് ക്ലാസ് അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ഇത് ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം റൂട്ടിലാണ്. പക്ഷേ ഇവിടെ നിന്നാണ് തുടക്കം. നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇതുപോലെ മുഴുവൻ കേരളത്തിലും എത്തും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ റോഡുകൾ മെച്ചപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഹൈ ക്ലാസ് ബസ്സുകൾ യാത്രയുടെ ഭാവി മാറ്റിയിരിക്കും. ഇന്ത്യയിൽ തന്നെ ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ സാധ്യതയുള്ള മോഡൽ. ഒരിക്കൽ വോൾവോ ബസ്സുകൾ വന്നപ്പോൾ ഉണ്ടായ മാറ്റം പോലെ ഇപ്പോൾ വീണ്ടും ഒരു പുതിയ അധ്യായം. ചോദ്യം ഇനി ഒന്നേ ഉള്ളൂ, നമ്മൾ ഇപ്പോഴും പഴയ രീതിയിൽ യാത്ര ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ്സിലേക്ക് മാറുമോ? കാരണം ഇതൊരു ബസ് യാത്ര മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഭാവി കൂടിയാണ്.